മലപ്പുറം കരുവാരക്കുണ്ടിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 14-കാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കേസിൽ അറസ്റ്റിലായ 16-കാരനെതിരെ പോക്സോ വകുപ്പും ബലാത്സംഗ കുറ്റവും ചുമത്തും. അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അനുമോദ്, എന്തൊക്കെയാണ് ഇനിയുള്ള ഇതിന്റെ നടപടിക്രമങ്ങൾ? കൂടുതൽ എന്തെങ്കിലും അന്വേഷണത്തിന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഏതെങ്കിലും ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ബോധ്യമുണ്ടായിട്ടുണ്ടോ ഇതുവരെ? രഞ്ജിത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ദുരൂഹത നിൽക്കുന്നത് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണത്തെ ചൊല്ലിയാണ്. നിലവിൽ പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. ഇപ്പോൾ കേസിൽ പിടിയിലായിട്ടുള്ള 16-കാരനും ഈ പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടായിരുന്നു. അവര് ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിക്കുന്നവരായിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള ഈ സൗഹൃദം ഈ 16-കാരന് ഈ പെൺകുട്ടിക്ക് മറ്റാരോടോ സൗഹൃദമുണ്ട്, ബന്ധമുണ്ട് എന്നൊരു സംശയം ഉണ്ടാവുകയും അതാണ് ആ സംശയമാണ് ഇത്തരത്തിലുള്ള കുറ്റത്തിലേക്ക് നയിച്ചത് എന്നുമുള്ള സൂചനകളാണ് തരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പീഡനത്തിന് ശേഷം നടന്ന കാര്യങ്ങൾ പെൺകുട്ടി വീട്ടിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ അതേ ചൊല്ലിയുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് നയിച്ചതെന്നും പോലീസിന് സംശയമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലൊരു വ്യക്തത ഇയാളുടെ മൊഴിയിൽ നിന്ന് വരേണ്ടതുണ്ട്. അതാണ് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ തലവേദന ഉണ്ടാക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഈ കൊലപാതകത്തിന്റെ കാരണമെന്ന കാര്യത്തിൽ ഇയാളുടെ മൊഴി സംബന്ധിച്ച് ദുരൂഹത നിലനിൽക്കുന്നു. എന്തിന് കൊന്നു എന്നതിൻ്റെ കൃത്യമായിട്ടൊരു ഉത്തരം ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. ഈ രണ്ട് കാരണങ്ങളാണ് അതിൽ പോലീസ് സൂചിപ്പിക്കുന്നത്. ഒന്ന് സംശയം, മറ്റൊന്ന് ഈ നടന്ന കാര്യങ്ങൾ വീട്ടിൽ പറയുമെന്നുള്ള പെൺകുട്ടിയുടെ ഭീഷണി. ഈ കാര്യങ്ങളാകാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണം. എന്നാലും ഇയാൾക്കെതിരെ കൊലക്കുറ്റവും പോക്സോ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് കോർട്ട് മുമ്പിലായിരിക്കും ഇയാളെ ഹാജരാക്കുക. പെൺകുട്ടിയുടെ മൃതദേഹം ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയാനായിട്ടുള്ളത്. ശരി അനുമോദ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.